നിങ്ങളൊരു ബാഴ്സ ആരാധകനാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണണം. കണ്ടാൽ മാത്രം പോരാ, ഇത് അയച്ചും കൂടെ കൊടുക്കണം കേട്ടോ. ഫാക്റ്റ് ആണെന്ന് പറഞ്ഞ് 2002 മുതൽ 2025 വരേക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 39 ട്രോഫി എന്ന് പറയുന്നവർക്ക് ഉള്ളൊരു മറുപടിയാണ്. യെസ്, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ വിഷയം ഈ 39 ട്രോഫി ആണല്ലോ. ഞാനിത് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, പിന്നെ ഞാൻ ഗൂഗിളിൽ കാര്യങ്ങളെല്ലാം തപ്പിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരം എനിക്കറിയാൻ പറ്റിയത്. എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും ഈ 39 ട്രോഫീസ് എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റിയില്ല. ഇനി രണ്ടാമത് ഇത് എവിടെ നിന്നാണ് ഈ 39 എന്ന് പറയുന്ന നമ്പർ വന്നതെന്ന് അറിയണമല്ലോ. അപ്പം അങ്ങനെ തപ്പിയപ്പോഴാണ് ഞാൻ കണ്ടത് ഇത് ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് 2 പേരാണ് കേട്ടോ. ഒന്നാമതെന്ന് പറയുന്നത് ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പേജും രണ്ടാമത് ഏതോ ഒരു ഫേസ്ബുക്ക് പേജുമാണെന്നുള്ളതാണ്. അവർ രണ്ടുപേരുമാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഈ സാധനം അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ 39ന്റെ കണക്ക് വിട്, 2002 മുതലുള്ള കണക്കും വിട്. മേജർ ട്രോഫീസ് എത്ര എണ്ണം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒഫീഷ്യലായിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാദത്തിന് പല ഡിബേറ്റുകളും എടുത്ത് നോക്കിയിട്ട് ഞാനൊരു 34 to 36 എന്നുള്ളതാണ് ഒഫീഷ്യൽ നമ്പേഴ്സ്. അതൊന്നും അല്ലെങ്കിൽ ഞാനപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. എന്നാലും ഞാൻ പറയാം 34 മുതൽ 36 വരെ നിങ്ങളുടെ വാദത്തിന് വരെ സമ്മതിക്കാം. പക്ഷെ എന്നാലും ഈ 39 എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, അത് നിനക്ക് ഗ്ലോബ് സോക്കർ അവാർഡ്സിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. സംഭവം ഫിഫ അഫിലിയേറ്റഡ് ഒന്നും അല്ലാന്നുണ്ടെങ്കിലും സംഭവത്തിൽ 2010 മുതൽ 2025 വരേക്കും മിനിമം 16 ഇൻഡിവിജ്വൽ ട്രോഫീസ് നേടിയിട്ടുള്ള ഒരേ ഒരു ഫുട്ബോളറേ ഉള്ളൂ. സംഭവം ഗ്ലോബ് സോക്കർ അവാർഡ്സ് ആര് നടത്തുന്നു, എന്തിനു നടത്തുന്നു, എങ്ങനെ നടത്തുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാമെങ്കിലും അതിനൊന്നും ആർക്കും കുഴപ്പമില്ല. അവിടെ റിഗ്ഡും ഇല്ല, സെറ്റിങ്ങും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. ഏറ്റവും നല്ല അവാർഡ് ഗിവിങ് ഫംഗ്ഷനാണത് അല്ലേ. പിന്നെ ഈ കാര്യത്തിലൊക്കെ ബാഴ്സ റൊണാൾഡോ എന്ന് പറഞ്ഞ് നിർത്തിയത് നന്നായി. അതിലേക്കൊന്നും മെസ്സിയെ കൊണ്ടുവരരുത്. കാരണം കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉള്ളൂ വിഷമം.